ചാക്കോ അല്ല സഞ്ചി. ഞാൻ ചാക്കോ കേറ്റി. ഞാൻ സഞ്ചി ഇറക്കി. കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ രേഷ്മ ക്രിസ്മസ് പർച്ചേസിന് പോകാൻ പോവുകയാണ്. സൈക്കിൾ എടുത്താണോ? രേഷ്മ സൈക്കിൾ എടുത്തിട്ടാണ് പോണത്. അമ്മിച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ചാക്കി? ഹായ് ഗൈസ്, അപ്പോൾ ചാക്കിൽ വേറെ ഒന്നുമല്ല, പഴയ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് മാളയ്ക്ക് പോവുകയാണ്. മാളയിൽ നമ്മുടെ വെറൈറ്റി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കൊടുത്ത്, ഒപ്പം ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രേഷ്മയ്ക്കും അമ്മച്ചിക്കും അതുപോലെ ഇവാനും ഒക്കെ ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റുകൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ പഴയ സ്റ്റീൽ പാത്രങ്ങൾ കൊടുത്ത് പുതിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെറൈറ്റി, മാളയിലെ വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ വന്നേക്കാണ്. പേര് പോലെ തന്നെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉള്ള കടയാണത്. പഴയ സ്റ്റീൽ പാത്രങ്ങൾ തൂക്കി നോക്കിയപ്പോൾ ഒരു 2.5 കിലോളം ഉണ്ടായിരുന്നു. അപ്പോൾ കിലോയ്ക്ക് 45 രൂപ വെച്ച് ഒരു 150 രൂപ നമുക്ക് ആ പഴയ സ്റ്റീൽ പാത്രങ്ങൾ കൊടുത്തപ്പോൾ കിട്ടി. ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെറിയ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങാവുന്ന ചെറിയ ഐറ്റംസുകളൊക്കെ ഒരുപാട് ഈ ഷോപ്പിലുണ്ട്. ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റുകൾ നോക്കുന്നതിനിടയിൽ നമ്മൾ ഒരു ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൂടി നോക്കി. അമ്മച്ചി ആദ്യം നോക്കിയത് ഒരു കപ്പായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതിയൊരു കപ്പായിരുന്നു അമ്മച്ചി നോക്കിയത്. ഇതിനിടയിലാണ് രേഷ്മ ഒരു ഷിപ്പും പൊക്കി കൊണ്ടുവന്നു. രേഷ്മയ്ക്ക് ഈ ഷിപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു, എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. എന്നാൽ അമ്മച്ചിക്ക് ആ കപ്പിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അവസാനം ഭൂരിപക്ഷം ഞങ്ങൾക്കായതുകൊണ്ട് ഷിപ്പ് ഞങ്ങളുടെ സൈഡിൽ തന്നെ നങ്കൂരം ഇട്ടു. അങ്ങനെ വെറൈറ്റിയിലെ വെറൈറ്റി പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നവരത്ന സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. നവരത്ന എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വി കെയർ മാർട്ട്. എന്തോ നവരത്ന എന്നുള്ള പേരാണ് എപ്പോഴും വയൽ വരുള്ളൂ. അതെ, ഒരു വെറൈറ്റി ഫ്രെയിം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ പ്ലം കേക്കുകളും വൈനും എല്ലാം മണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അമ്മിച്ച് പോയിട്ട് എലൈറ്റിൻ്റെ ഒരു മാർബിൾ കേക്ക് എടുത്തു. വൈകിട്ട് ചായക്കൊന്നുമില്ല, മുറിക്കാമെന്ന് പറഞ്ഞു. ഇനിയാണ് ക്ലൈമാക്സ്. മിക്കപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് മാളയിൽ എന്തെങ്കിലും പർച്ചേസിനെല്ലാം പോകുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഇവിടെ ആയിരിക്കും, INC. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാമല്ലേ? അതാണല്ലോ ഒരു രീതി. ഒരു ലൈം ജ്യൂസ്, 2 സുഗിയൻ, ഒരു കാടമുട്ട സമൂസ, ഒരു ഹോർലിക്സ്, ഒരു ചായ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അമ്മിച്ച് പോയിട്ട് എലൈറ്റിൻ്റെ ഒരു മാർബിൾ കേക്ക് എടുത്തു. വൈകിട്ട് ചായക്കൊന്നുമില്ല, മുറിക്കാമെന്ന് പറഞ്ഞു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.